Good morning to all. Today we are going to discuss about the topic ratio analysis. പുതിയൊരു മൊഡ്യൂളാണ്, ലാസ്റ്റ് മൊഡ്യൂളാണ് റേഷ്യോ അനാലിസിസ്. Ratio analysis is an important technique of analysis of financial statement. Ratio simply refers to one number expressed in terms of another number. It shows numerical relationship between two figures. It is found by dividing one number by the other number. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ടെക്നിക്സാണ് റേഷ്യോ അനാലിസിസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് നടത്താൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്സാണ്. നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും കോമൺ സൈസ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പഠിച്ച പോലെയുള്ള ഒരു ടെക്നിക്സാണ് റേഷ്യോ അനാലിസിസ്. റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ്. രണ്ട് ഫിഗേഴ്സിൻ്റെ ന്യൂമറിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പിനാണ് നമ്മളെന്ന് പറയുന്നത് റേഷ്യോ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ വൺ നമ്പർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അനദർ നമ്പർ. ഇറ്റ് ഈസ് ഫൗണ്ട് ബൈ ഡിവൈഡിങ് വൺ നമ്പർ ബൈ ദ അനദർ നമ്പർ. ഇത് നമ്മൾ സാധാരണ റേഷ്യോ കണ്ടുപിടിക്കുന്നത് ഒരു നമ്പർ വേറൊരു നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് കണ്ടുപിടിക്കുന്നത്. വൺ നമ്പർ ഡിവൈഡിങ് വൺ നമ്പർ ബൈ ദ അനദർ നമ്പർ. ദെൻ ഒരു ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു വിക്സൺ, കെൽ ആൻഡ് ബെഡ്ഫോർഡ്, എ റേഷ്യോ ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ദ ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ്. ഇവിടെ ഡെഫിനേഷൻ പറഞ്ഞത് എന്താ? റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നതിനാണ് റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ അക്കൗണ്ടിങ് റേഷ്യോസ് ആണ് നമുക്കിനി പഠിക്കാനുള്ള അക്കൗണ്ടിങ് റേഷ്യോസ്. ഓക്കെ, അക്കൗണ്ടിങ് റേഷ്യോ റെഫേഴ്സ് ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു അക്കൗണ്ടിങ് ഫിഗേഴ്സ് എക്സ്പ്രസ്ഡ് മാത്തമാറ്റിക്കലി. അക്കൗണ്ടിങ് റേഷ്യോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? രണ്ട് അക്കൗണ്ടിങ് ഫിഗേഴ്സ്. അക്കൗണ്ടിങ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ബാലൻസ് ഷീറ്റൊക്കെ എൻ്റർ ചെയ്യുന്ന ഫിഗേഴ്സ്, രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ട് അക്കൗണ്ടിങ് ഫിഗേഴ്സ് മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ രണ്ട് അക്കൗണ്ടിങ് ഫിഗേഴ്സിനെ മാത്തമാറ്റിക്കലി ഉള്ള റിലേഷൻഷിപ്പിനാണ് പറയുന്നത് എന്ത്? അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ അക്കൗണ്ടിങ് റേഷ്യോയുടെ ഒരു ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ജെ ബാറ്റി, the term accounting ratio is used to describe the significant relationship which exists between figures shown in the balance sheet, profit and loss account, in a budgetary control system, or in any other part of accounting organization. ഇവിടെ ഡെഫിനേഷൻ പറയുന്നത് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ് ദാറ്റ് ഈസ് ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം ഓർ എനി അതർ പാർട്ട് ഓഫ് അക്കൗണ്ടിങ് ഓർഗനൈസേഷൻ. എന്ന് വെച്ചാൽ ഈ ബാലൻസ് ഷീറ്റിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതുപോലെ ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിലുള്ള രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് അക്കൗണ്ടിങ് റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ളതോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലുള്ളതോ അല്ലെങ്കിൽ ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ് ടേമിൽ ഉപയോഗിക്കുന്ന രണ്ട് ഫിഗേഴ്സ് അല്ലെങ്കിൽ രണ്ട് എമൗണ്ടുകൾ തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പിന് എന്ന് പറയുന്നത് റേഷ്യോ എന്ന് പറയുന്നത്. In short, ratios calculated on the basis of accounting informations are called accounting ratios. Then നമുക്കിനി പഠിക്കാനുള്ള എക്സ്പ്രഷൻ ഓഫ് റേഷ്യോ ആണ്. റേഷ്യോനെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ ഏതൊക്കെയാണ് റേഷ്യോയിൽ വരുന്നത്. ഇവിടെ പറയുന്നത് ഫസ്റ്റ് വൺ പറയുന്നത് പ്രൊപ്പോർഷനാണ്. പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ പ്രൊപ്പോർഷൻ ഇറ്റ് ഈസ് എ വൺ ടൈപ്പ് ഓഫ് റേഷ്യോ ആണ്. റേഷ്യോയുടെ ഒരു പാർട്ടാണ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ കോമൺ ഡിനോമിനേറ്റർ. ഏതെങ്കിലും ഒരു കോമൺ ഡിനോമിനേറ്ററിൽ രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് എന്ത് പറയുന്നത്? പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കറണ്ട് അസറ്റ്സ് ആർ 1,50,000, കറണ്ട് ലയബിലിറ്റീസ് ആർ ₹50,000. കറണ്ട് അസറ്റ്സ് ഒരു ബിസിനസ് ഫേമിലെ കറണ്ട് അസറ്റ്സ് 1,50,000 കറണ്ട് ലയബിലിറ്റീസ് 50,000.
then the ratio between കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് വിൽ ബി 3:1. ഇവ തമ്മിലുള്ള റേഷ്യോസ്, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. എന്ന് വെച്ചാൽ 3:1 നമ്മൾ പറയുന്നത് അതിനാണ് നമ്മൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇതും റേഷ്യോയിൽ പെടുന്നതാണ്. എന്ന് വെച്ചാൽ 3:1, 1:2, 2:1 അങ്ങനെയൊക്കെ പറയല്ലേ. അങ്ങനെ റേഷ്യോയിൽ ഈസ്റ്റൂയിൽ ഇങ്ങനെ ഈസ്റ്റു വെച്ച് പറയുന്നത് നമ്മൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നു. ഈ പ്രൊപ്പോർഷൻ എന്താ 1 ടൈപ്പ് ഓഫ് റേഷ്യോ ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1,50,000 50,000 ആണുള്ളൂ അല്ലേ. ഇവ തമ്മിലുള്ള റേഷ്യോയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം കറണ്ട് അസറ്റ് 1,50,000 ആണ്, കറണ്ട് ലയബിലിറ്റീസ് 50,000 ആണ്. അപ്പം കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റിയുടെയും റേഷ്യോ എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് ഈ 1,50,000 ഡിവൈഡ് ബൈ 50,000 ചെയ്യുക. 1,50,000 ഡിവൈഡ് ബൈ 50,000 ചെയ്യുക. അപ്പോൾ നമുക്ക് 3 കിട്ടും. അപ്പം 3:1. ഓക്കെ, സെക്കൻഡ് ടേം എല്ലായ്പ്പോഴും 1 ആയിരിക്കും. 3:1 അങ്ങനെയാണ് 3:1 വരുന്നത്. അപ്പം പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് റേഷ്യോയുടെ ഒരു ടൈപ്പാണ്. അതിനടുത്തത് വേറൊരു ഫോം എന്ന് പറഞ്ഞാൽ പേഴ്സൻറ്റേജ് ആണ്. റേഷ്യോയുടെ വേറൊരു ഫോം എന്ന് പറഞ്ഞാൽ പേഴ്സൻറ്റേജ് ആണ്. അപ്പം പേഴ്സൻറ്റേജിനെ നമ്മൾ റേഷ്യോയാണ്. നമുക്കറിയാം പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ എന്താണ്. പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു നമ്പർ ഡിവൈഡ് ബൈ വേറൊരു നമ്പർ ഇൻറ്റു 100, അതാണ് പേഴ്സൻറ്റേജ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് സെയിൽസ് ഫോർ ദ ഇയർ ₹4 lakhs. ഒരു വർഷത്തെ സെയിൽസ് 4 lakhs ആണ്. നെറ്റ് പ്രോഫിറ്റ് ഓഫ് ₹80,000. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 80,000 ആണ്. ദെൻ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് വിൽ ബി 20%. എന്ന് വെച്ചാൽ ഈ നെറ്റ് പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20% ആണ്. പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു സെയിൽസ് എന്ന് പറഞ്ഞാൽ 20% ആണ്. അപ്പോൾ 20% എന്ന് പറയുന്ന റേഷ്യോ ആണ്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു സെയിൽസ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ടു സെയിൽസ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് ടു സെയിൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു സെയിൽസ്. അപ്പം നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പം 80,000 ഡിവൈഡ് ബൈ 4 lakhs ഇൻറ്റു 100, ദാറ്റ് ഈസ് 20%. അപ്പം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് റേഷ്യോയുടെ ഒരു ഫോമാണ്. നെക്സ്റ്റ് ടൈംസും റേഷ്യോയിൽ പെടുന്ന ഒരു ഐറ്റമാണ് ടൈംസ് എന്ന് പറയുമ്പോൾ ദ റേഷ്യോ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എ നമ്പർ ഓഫ് ടൈംസ് എ പർട്ടിക്കുലർ ഫിഗർ ഈസ് കമ്പയർഡ് ടു അനദർ ഫിഗർ. നമ്മൾ ഇത്ര ടൈംസ് എന്നൊക്കെ പറയല്ലേ. എക്സാമ്പിൾ ഇവിടെ നോക്കുക, പറഞ്ഞിരിക്കുന്നത് സെയിൽസ് ഫോർ ദ ഇയർ ആർ ₹4 lakhs ആൻഡ് ഫിക്സഡ് അസറ്റ്സ് ആർ ₹1 lakh. It indicates that sales are 4 times of fixed assets. ഒരു ബിസിനസ് ഫേമിൻ്റെ ഫിക്സഡ് അസറ്റ് 4 ലക്ഷമാണ്. അതുപോലെ തന്നെ സെയിൽസ് 4 ലക്ഷമാണ്, ഫിക്സഡ് അസറ്റ്സ് 1 ലക്ഷമാണ്. ഇവിടെ പറയുന്നത് സെയിൽസ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റിൻ്റെ 4 times ആണ് അല്ലേ. സെയിൽസ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റിൻ്റെ 4 മടങ്ങില്ലേ. ഫിക്സഡ് അസറ്റ് ഇവിടെ 1 ലക്ഷം ഉള്ളൂ, സെയിൽസ് 4 ലക്ഷം ഉണ്ട് അല്ലേ. അപ്പം ഫിക്സഡ് അസറ്റിൻ്റെ 4 മടങ്ങാണ്, അല്ലെങ്കിൽ 4 times ആണ് എന്തെന്ന് പറയുന്നത് സെയിൽസ് എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റിൻ്റെക്കാളും 4 മടങ്ങ് കൂടുതലുണ്ട് ഇവിടെ സെയിൽസ്. അപ്പോൾ ആ ടൈംസ് എന്ന് പറയുന്നത് എന്താണ്, റേഷ്യോയിൽ പെടുന്നതാണ്. റേഷ്യോയിൽ നെക്സ്റ്റ് വൺ ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ഫോം റേഷ്യോ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഫ്രാക്ഷൻ. എക്സാമ്പിൾ പറയുന്നത് ഇവിടെയാണ്. ഷെയർ ക്യാപിറ്റൽ ഈസ് ₹3 lakhs ആൻഡ് ഫിക്സഡ് അസറ്റ്സ് ആർ ₹2,40,000. ദ റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ഈസ് 4/5. നമ്മൾ ഈ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 4/5, 1/2, 3/6 അങ്ങനെ പറയില്ലേ ഫ്രാക്ഷൻ. ആ ഫ്രാക്ഷനും റേഷ്യോയുടെ ഒരു ഫോമാണ്. ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഫിഗർ ഡിവൈഡ് ബൈ അടുത്ത ഫിഗർ. എന്ന് വെച്ചാൽ ഇവിടെ ഷെയർ ക്യാപിറ്റൽ വന്നിട്ടുണ്ട് 3 ലക്ഷം, ഫിക്സഡ് അസറ്റ് വന്നിട്ടുണ്ട് 2,40,000. അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 2,40,000 ബൈ 3 ലക്ഷം. നമ്മളിത് ഡിവൈഡ് ചെയ്യുന്നില്ല, പകരം അത് അതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ഫോമിലേക്ക് മാറ്റിക്കണം. 2,40,000 ഡിവൈഡ് ബൈ 3 ലക്ഷം, ദാറ്റ് ഈസ് 4/5. അങ്ങനെയുള്ള ഫ്രാക്ഷനും റേഷ്യോയിൽ പെടുന്നതാണ്. ഇവിടെ പറയുന്നത് ഫോംസ് ഓഫ് റേഷ്യോ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഓഫ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 1 പ്രൊപ്പോർഷൻ, 2 പെർസെൻറ്റേജ്, 3 ടൈംസ്, 4 ഫ്രാക്ഷൻ ആണ്.
ഇനി നമുക്ക് പഠിക്കാനുള്ളത് മീനിങ് ഓഫ് റേഷ്യോ അനാലിസിസ് ആണ്. റേഷ്യോ അനാലിസിസിൻ്റെ മീനിങ് ആണ് റേഷ്യോ അനാലിസിസ്. റേഷ്യോ അനാലിസിസ് ഈസ് എ വൈഡ്ലി യൂസ്ഡ് ടെക്നിക് ഓഫ് അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. It simply refers to analysis of financial statement by computing ratios. Ratio analysis may be defined as the process of computing and interpreting relationship between in terms of the financial statements for arriving at conclusions about the financial position and performance of an enterprise. Ratio analysis എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള അതൊരു ടെക്നിക്സാണ്. റേഷ്യോ അനാലിസിസ് എന്ന ടെക്നിക്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഓക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നതിനാണ്. എന്ന് വെച്ചാൽ റേഷ്യോസ് ഉപയോഗിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നതിനാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇറ്റ് റെഫേഴ്സ് ടു ദ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബൈ കമ്പ്യൂട്ടിംഗ് റേഷ്യോസ്. റേഷ്യോസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടിംഗ് റേഷ്യോസ് അല്ലെങ്കിൽ റേഷ്യോസ് ഉപയോഗിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നതിനാണ് ആ ടെക്നിക്സ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് റിലേഷൻഷിപ്പ് അല്ലേ ഇൻ ടേംസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ അറൈവിങ് അറ്റ് കൺക്ലൂഷൻസ് അബൌട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. റേഷ്യോ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ എന്താ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഫിഗേഴ്സ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എടുത്തുകൊണ്ട് അവയുടെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നു. അത് കണ്ടുപിടിച്ച് അതുപോലെ തന്നെ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അതിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടുപിടിച്ച് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് ഉപയോഗിച്ചുകൊണ്ട് കൺക്ലൂഷൻസ് ഫിനാൻഷ്യൽ പൊസിഷനെ അതുപോലെ തന്നെ ബിസിനസ് ഫേമിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കൺക്ലൂഷൻസ് എത്തുന്നതിനാണ് ഇത് റേഷ്യോ ഇവിടെ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു ബിസിനസ് ഫേമിലെ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എടുത്തുകൊണ്ട് അതിൻ്റെ ഇൻഫോർമേഷൻസ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഫിഗേഴ്സ് എടുത്തുകൊണ്ട് അതിൻ്റെ റേഷ്യോസ് കണ്ടുപിടിച്ച് ആ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അനലൈസ് ചെയ്തുകൊണ്ട് ആ റേഷ്യോസിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഡിഫറെൻ്റ് കൺക്ലൂഷൻസ് എടുക്കുന്നതിനെയാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് യൂസസ് ഓർ യൂട്ടിലിറ്റി ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ് ഓർ അഡ്വാൻറ്റേജസ് ഓർ ഇമ്പോർട്ടൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് റേഷ്യോ അനാലിസിസ് ഓർ അക്കൗണ്ടിങ് റേഷ്യോസ്. ഈ റേഷ്യോ അനാലിസിസിൻ്റെ അല്ലെങ്കിൽ റേഷ്യോസിൻ്റെ അഡ്വാൻറ്റേജസ്, ഇമ്പോർട്ടൻസ്, യൂട്ടിലിറ്റി ഓർ യൂസസ് ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഇവിടെ പറയുന്ന ഫസ്റ്റ് വൺ യൂട്ടിലിറ്റി ടു മാനേജ്മെൻറ്റ്. റേഷ്യോ അനാലിസിസ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ഫോർമുലേറ്റിംഗ് ദ പോളിസീസ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിംഗ്, ഡിസിഷൻ മേക്കിംഗ്, knowing the trends of business, measuring efficiency, for communicating and controlling. ഇവിടെ ഫസ്റ്റ് യൂട്ടിലിറ്റി വരുന്ന മാനേജ്മെൻറ്റിനുള്ള യൂട്ടിലിറ്റീസാണ് അല്ലേ. എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഉള്ളത് അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസ് കൊണ്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അതാണ് ഫസ്റ്റ് പറയുന്നത്. എന്ന് വെച്ചാൽ റേഷ്യോ അനാലിസിസ് കൊണ്ട് മാനേജ്മെൻറ്റിന് പോളിസീസൊക്കെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്ന് വെച്ചാൽ റേഷ്യോസ് അക്കൗണ്ടിങ് ഇൻഫോർമേഷനിലെ അല്ലെങ്കിൽ രണ്ട് ഫിഗേഴ്സ് എടുത്തുകൊണ്ട് അത് അതിൻ്റെ റേഷ്യോസ് കണ്ടുപിടിച്ച് അത് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻസ് എടുത്തുകൊണ്ട് മാനേജ്മെൻറ്റിന് എന്തെങ്കിലുമൊക്കെ പോളിസീസ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ് ഒക്കെ എടുക്കാൻ സാധിക്കുന്നു. ഡിഫറെൻറ്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ സാധിക്കുന്നു. അവന് ഇപ്പം ബിസിനസ്സിൻ്റെ പുതിയ ട്രെൻഡ്സൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നു. ദെൻ എഫിഷ്യൻസി ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഒക്കെ സാധ്യമാവുന്നു. അതാണ് ഫസ്റ്റ് വൺ പറയുന്നത് യൂട്ടിലിറ്റി ടു മാനേജ്മെൻറ്റ്. സെക്കൻഡ് വൺ യൂട്ടിലിറ്റി ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനുള്ള യൂട്ടിലിറ്റി എന്തൊക്കെയാണ്? ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, ബിസിനസ് ഫേമിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണ് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. An investor would normally assess the financial positions of an enterprise before he invests his money in it.
he is interested in the safety, security and profitability of his investment. Accounting ratio helps the prospective investors in selecting best companies to invest their funds. നമുക്കറിയാം ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സൊക്കെ ഒരു ബിസിനസ് ഫേമിൽ പണം കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആ ബിസിനസ് ഫേമിൻ്റെ സേഫ്റ്റി, സെക്യൂരിറ്റി, പ്രോഫിറ്റബിലിറ്റി ഒക്കെ അനലൈസ് ചെയ്യും. വെറുതെ കൊണ്ടുപോയിട്ട് ചുമ്മാ ഒരു ബിസിനസ് ഫേമിലേക്ക് കൊണ്ടുപോയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുകയല്ല. ആ ബിസിനസ് ഫേമിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് റിട്ടേൺ ഉണ്ടോ, അല്ലെങ്കിൽ അത് സേഫായിട്ട് നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ, അല്ലെങ്കിൽ അത് നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണോ അല്ലെങ്കിൽ ബിസിനസ് ഫേം ഒക്കെ ആണോ എന്ന് അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് മാത്രമേ അവിടെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബിസിനസ് ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സേഫ്റ്റിയൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയൊക്കെ റേഷ്യോസ് ആണ് അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. തേർഡ് വൺ, യൂട്ടിലിറ്റി ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് എന്തൊക്കെയാണ് ഈ റേഷ്യോ അനാലിസിസ് കൊണ്ട് അല്ലെങ്കിൽ റേഷ്യോ കൊണ്ടുള്ള യൂട്ടിലിറ്റി എന്ന് നോക്കാം. ദ ക്രെഡിറ്റേഴ്സ് or suppliers are those who supply goods to the firm on credit basis. They are interested in the liquidity positions of the firm. To know the liquidity position or short-term financial position, they uses liquidity ratios. ഇപ്പോൾ നമുക്കറിയാം ക്രെഡിറ്റേഴ്സ് അല്ലേ. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ് ഫേമിന് ക്രെഡിറ്റിന് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന വ്യക്തികളാണ് ക്രെഡിറ്റേഴ്സ് അല്ലേ. സാധനങ്ങളൊക്കെ ക്രെഡിറ്റിന് സപ്ലൈ ചെയ്യുന്ന വ്യക്തികൾക്കാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രെഡിറ്റേഴ്സ് ബിസിനസ് ഫേമിന് സാധനങ്ങൾ ക്രെഡിറ്റായിട്ട് കടത്തിന് തരുന്നതിന് മുന്നേ ആ ബിസിനസ് ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻസ് അറിയണം. ചുമ്മാ കടത്തിന് കൊടുക്കുകയല്ല. ആ ബിസിനസ് ഫേമിന് ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ക്യാഷ് തരാൻ പറ്റുന്നൊരവസ്ഥയുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അവസ്ഥ ഉള്ള ഒരു ബിസിനസ് ഫേം ആണോ എന്ന് അനലൈസ് ചെയ്യും. എന്ന് വെച്ചാൽ ഇവർക്ക് പണം തിരിച്ചു കൊടുക്കണ്ടേ, അങ്ങനെ പറ്റുന്ന ഒരു ബിസിനസ് ഫേമാണോ എന്ന് അനലൈസ് ചെയ്യും. അപ്പം അങ്ങനെ അനലൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ലിക്വിഡിറ്റി പൊസിഷൻസൊക്കെ അറിയാൻ വേണ്ടി ഈ ക്രെഡിറ്റേഴ്സ് ഈ റേഷ്യോസാണ് ഉപയോഗിക്കുന്നത്. വെച്ചാൽ ലിക്വിഡിറ്റി റേഷ്യോസൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ക്രെഡിറ്റേഴ്സ് ബിസിനസ് ഫേമിന് സാധനങ്ങൾ കടത്തിന് സപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആ ബിസിനസ് ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻസ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി പൊസിഷൻസ് ഒക്കെ അസസ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അവരെ സഹായിക്കുന്നത് റേഷ്യോസൊക്കെയാണ്. ദ നെക്സ്റ്റ് വൺ, യൂട്ടിലിറ്റി ടു എംപ്ലോയീസ്. The employees are interested in the profitability of the company. Their wages, fringe benefits, working conditions, etc. are related to the profits earned by the company. They want to ascertain the profitability for demanding wage increase and other benefits. For understanding the profitability of the company, profitability ratio come to their help. ഇവിടെ പറയുന്ന എംപ്ലോയീസിനുള്ള യൂട്ടിലിറ്റീസ് ആണ്. അപ്പോൾ എംപ്ലോയീസ് എന്ന് പറയുമ്പം അവർക്ക് സാധാരണ ബിസിനസ് ഫേമിൽ നിന്ന് കിട്ടുന്ന അവരുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വേജസ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഒക്കെയാണ് അവരുടെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇവരുടെ വേജസ് കൂട്ടി മേടിക്കുക അല്ലെങ്കിൽ ബോണസൊക്കെ കൂടുതലായിട്ട് മേടിക്കാൻ വേണ്ടി ഇവർക്ക് ആ ബിസിനസ് ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ അറിയണം അല്ലേ. ഒരു ബിസിനസ് ഫേമിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ അവർക്ക് കൂടുതലായിട്ട് വേജസ് കൂട്ടി ചോദിക്കാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ ബോണസൊക്കെ ചോദിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അവർക്കിങ്ങനെ ഇവരുടെ വേജസ് കൂട്ടി ചോദിക്കാൻ വേണ്ടി ഇവർക്ക് ഈ ബിസിനസ് ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി അറിഞ്ഞിരിക്കണം അല്ലേ. അങ്ങനെ പ്രോഫിറ്റബിലിറ്റി അറിയാൻ വേണ്ടി ഈ എംപ്ലോയീസൊക്കെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ റേഷ്യോയുടെ ബേസിസിൽ ബിസിനസ് ഫേം പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്ന് അറിയും. അതിനുശേഷം മാത്രമേ അവർക്ക് കൂടുതൽ വേജസൊക്കെ ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് യൂട്ടിലിറ്റി ടു എംപ്ലോയീസ് എന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ കൂടുതൽ വേജസൊക്കെ ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി അവർ ബിസിനസ് ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി അവർക്ക് അറിഞ്ഞിരിക്കണം. പ്രോഫിറ്റബിലിറ്റി അറിയാൻ വേണ്ടി അവർ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റേഷ്യോസൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, യൂട്ടിലിറ്റി ടു ഗവൺമെൻറ്റിനുള്ള യൂട്ടിലിറ്റീസ് എന്തൊക്കെയാണെന്ന്. The government uses ratio analysis for studying the cost structure of the industries. On the basis of this study, the government can formulate various policies. അപ്പോൾ ഗവൺമെൻറ് സാധാരണയായിട്ട് ഡിഫറെൻറ്റ് പോളിസീസൊക്കെ എടുക്കാൻ വേണ്ടി ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന ഈ റേഷ്യോസാണ്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഫേമിൻ്റെ കോസ്റ്റ് സ്ട്രക്ചർ എങ്ങനെയാണ്,
അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ കോസ്റ്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി ബിസിനസ് ഫേമിൻ്റെ ഡിഫറെൻറ്റ് ബിസിനസ് ഫേമിൻ്റെ റേഷ്യോസാണ് അവർ റേഷ്യോ അനാലിസിസ് ആണ് നടത്തുന്നത്, അല്ലെങ്കിൽ റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഗവൺമെൻറ് ഡിഫറെൻറ്റ് പോളിസീസ് അല്ലെങ്കിൽ വേരിയസ് പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഗവൺമെൻറ്റിന് ഡിഫറെൻറ്റ് പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത്രയുമാണ് എന്താ നമ്മുടെ യൂട്ടിലിറ്റീസ് ഓഫ് റേഷ്യോ അനാലിസിസ് ഓർ അഡ്വാൻറ്റേജസ് ഓർ ഇമ്പോർട്ടൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോ. ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോ. ഈ അക്കൗണ്ടിങ് റേഷ്യോയുടെ അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്. ഇൻഹെറൻറ്റ് അക്കൗണ്ടിങ്ങില്ലേ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് തന്നെ ഈ റേഷ്യോ അനാലിസിസിന് ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നു. അതാണ് പറയുന്നത് റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ഫ്രം അക്കൗണ്ടിങ് റെക്കോർഡ്സ്. ദെർഫോർ റേഷ്യോസ് ഓൾസോ സഫർ ഫ്രം ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ്. എന്ന് വെച്ചാൽ റേഷ്യോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് റെക്കോർഡ്സിനെ ബേസ് ചെയ്താണ്. എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് റെക്കോർഡ്സിനുള്ള ലിമിറ്റേഷൻസ് നമുക്കറിയാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആയ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. ആ ലിമിറ്റേഷൻസ് ഈ അക്കൗണ്ടിങ് റേഷ്യോയുടെ ലിമിറ്റേഷൻസ് ആയിട്ട് മാറുന്നു. എന്ന് വെച്ചാൽ എന്തായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ്. നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെയാണ് എൻട്രി ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ അവിടെ നോൺ മോണിറ്ററി ഫാക്ടേഴ്സിനൊക്കെ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ഉള്ളത്, ആ ലിമിറ്റേഷൻസൊക്കെ ഈ അക്കൗണ്ടിങ് റേഷ്യോയുടെ ലിമിറ്റേഷൻസ് ആയിട്ട് മാറുന്നു. ദെൻ സെക്കൻഡ് വൺ, നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഇഗ്നോർഡ്. നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഇഗ്നോർ ചെയ്യുന്നു എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് റേഷ്യോസിൽ നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഇവിടെ കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ റേഷ്യോ അനാലിസിസ് ഇഗ്നോർസ് ദ നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് സച്ച് ആസ് മൊറൈൽ ആൻഡ് ലോയൽറ്റി ഓഫ് എംപ്ലോയീസ്, ഹ്യൂമൻ റിലേഷൻസ് എക്സെട്ര. എന്ന് വെച്ചാൽ എംപ്ലോയീസിൻ്റെ മൊറൈൽ, ലോയൽറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, അങ്ങനെയുള്ള നോൺ മോണിറ്ററി ഫാക്ടേഴ്സൊന്നും നമ്മൾ അക്കൗണ്ടിങ് റേഷ്യോസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. കാരണം ഇത് മൊറൈൽ, ലോയൽറ്റി ഓഫ് എംപ്ലോയീസ്, ഹ്യൂമൻ റിലേഷൻസ് ഇതൊക്കെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സാണ്. പക്ഷെ അങ്ങനെയുള്ള ഫാക്ടേഴ്സൊന്നും അക്കൗണ്ടിങ് റേഷ്യോസിൽ ഉണ്ടാവുകയില്ല. ദെൻ തേർഡ് വൺ, ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഇഗ്നോർഡ്. ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഇഗ്നോർഡ്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ റേഷ്യോ അനാലിസിസ് ഇഗ്നോർസ് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ്. ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ മേ ഓൾസോ ബി ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ, bank would like to know about the character of the borrower in addition to his financial position. ഇവിടെ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഇഗ്നോർ ചെയ്യുന്നു അല്ലേ. നമ്മൾ ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ബാങ്ക് ഏതെങ്കിലും വ്യക്തിക്ക് ലോൺ വല്ലതും കൊടുക്കുകയെന്ന് വിചാരിക്കുക. ബാങ്ക് ഏതെങ്കിലും വ്യക്തിക്ക് ലോൺ കൊടുക്കുന്നതിന് മുന്നേ ആ വ്യക്തിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിഞ്ഞിരിക്കണം അല്ലേ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ് ആ വ്യക്തിയുടെ ക്യാരക്ടർ അറിഞ്ഞിരിക്കുക എന്നുള്ളത് അല്ലേ. നമ്മളൊരു വ്യക്തിക്ക് കടം കൊടുക്കുന്നതിന് മുന്നേ ആ വ്യക്തിക്ക് ഇത് തിരിച്ചു തരാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ അല്ലേ, തിരിച്ചു തരാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ എന്ന് നമ്മൾ ഫസ്റ്റ് അനലൈസ് ചെയ്യും. അതിനുശേഷം ആ വ്യക്തിയുടെ ക്യാരക്ടറും കൂടെ നോക്കും അല്ലേ. കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരുന്ന വ്യക്തിയാണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ക്യാരക്ടർ ഓഫ് ദ ബോറോവർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. പക്ഷെ നമ്മളത് റേഷ്യോയിൽ കാണിക്കുന്നില്ല. കാരണം അത് ക്വാളിറ്റേറ്റീവ് ഫാക്ടറാണ്. ക്വാളിറ്റേറ്റീവ് ഫാക്ടർ ഈ റേഷ്യോയിൽ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. ഒൺലി ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് മാത്രമേ നമ്മൾ റേഷ്യോ അനാലിസിസിൽ എടുക്കുന്നുള്ളൂ. ദ നെക്സ്റ്റ് വൺ, നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെൻറ്റ്. നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ റേഷ്യോ അനാലിസിസ് ഈസ് ഓൺലി എ ടെക്നിക് ഫോർ മേക്കിംഗ് ജഡ്ജ്മെൻറ്റ് ആൻഡ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെൻറ്റ്. റേഷ്യോ അനാലിസിസ് ഒരിക്കലും ഇറ്റ് ഈസ് എ ജഡ്ജ്മെൻറ്റ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ആകുന്നില്ല.
ഓക്കെ, ജഡ്ജ്മെൻറ്റ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ ഒരു റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻ്റ് എടുക്കാൻ വേണ്ടിയുള്ളൊരു ടെക്നിക്സാണ്. ഇറ്റ് ഈസ് എ ടെക്നിക്സ് ഫോർ മേക്കിംഗ് ജഡ്ജ്മെൻറ്റ്. നമ്മൾ എന്തെങ്കിലും ഒരു ജഡ്ജ്മെൻ്റ് എടുക്കാൻ വേണ്ടി ഉള്ളൊരു ടെക്നിക്സ് ആയിട്ട് മാത്രമേ റേഷ്യോ അനാലിസിസ് ആവുന്നുള്ളൂ. അതൊരിക്കലും ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആകുന്നില്ല. പക്ഷേ ജഡ്ജ്മെൻ്റ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്സ് ആയിട്ടാണ് റേഷ്യോ അനാലിസിസ് ഉള്ളത്. നെക്സ്റ്റ് വൺ, നീഡ് ഫോർ കമ്പാരിറ്റീവ് അനാലിസിസ്. A single ratio will not be much helpful. Hence, it is essential to calculate a number of ratios. While drawing conclusions, it is necessary to make a comparative analysis of all relating ratios. ഇപ്പോൾ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആവശ്യമാണ്. റേഷ്യോ അനാലിസിസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആവശ്യമാണ്. കാരണം ഏതെങ്കിലും ഒരു സിംഗിൾ റേഷ്യോ മാത്രമാണെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു പ്രത്യേകിച്ചൊരു ബെനിഫിറ്റും ഇല്ല. ഏതെങ്കിലും സിംഗിൾ റേഷ്യോസ് കൊണ്ട് പ്രത്യേകിച്ചൊരു ബെനിഫിറ്റ് ഇല്ല. എന്ന് വെച്ചാൽ നമുക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അറിയാം ഡിഫറെൻറ്റ് ഫിഗേഴ്സ് ആവശ്യമാണ്. രണ്ട് ഫിഗേഴ്സ് നമ്മൾ റിലേഷൻഷിപ്പാണ് അല്ലേ, അതിനാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫിഗറോ അല്ലെങ്കിൽ ഏതെങ്കിലും റേഷ്യോ മാത്രമാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് അധികം ബെനിഫിറ്റ് ഇല്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് റിലേറ്റിംഗ് റേഷ്യോസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കൺക്ലൂഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു സിംഗിൾ റേഷ്യോസ് കൊണ്ട് നമുക്ക് വലിയ ബെനിഫിറ്റ് ഇല്ല. ഒന്നിൽ കൂടുതൽ റേഷ്യോസ് വെച്ചുകൊണ്ട് നമ്മളതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കൺക്ലൂഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത് നീഡ് ഫോർ കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് ആഡിക്കേറ്റ് സ്റ്റാൻഡേർഡ്സ്. ഒരു ആഡിക്കേറ്റ് സ്റ്റാൻഡേർഡ്സ് ഇവിടെ ഇല്ല. എന്നുവെച്ചാൽ കാൽക്കുലേറ്റഡ് റേഷ്യോസ് ആർ ടു ബി കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ് റേഷ്യോസ്. But unfortunately, there are no well-accepted standards for all ratios which can be accepted as norms. This makes the interpretation difficult. ഇവിടെ പറയുന്നത് ഒരു ആഡിക്കേറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഇല്ല. നമ്മൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, റേഷ്യോസ് ഇത്രയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോസ് ഇവിടെ പറയുന്നില്ല. സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് വെച്ചാൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുമ്പം നമ്മൾ ബിസിനസ് ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ ഒരു ബിസിനസ് ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഇത്രയായിരിക്കണം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഇത്രയായിരിക്കണമെന്ന് എവിടെയും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ട് ഇൻ്റർപ്രിട്ടേഷൻ നടത്താൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റേഷ്യോ, നമുക്കൊരു 50% റേഷ്യോ ആണെന്ന് സ്റ്റാൻഡേർഡ് റേഷ്യോ ആണെങ്കിൽ നമുക്ക് ആ 50% വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് വെച്ചാൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് 50% ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ഇൻഫോർമേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത് നമുക്ക് കിട്ടുന്ന 40% ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സ്റ്റാൻഡേർഡിനേക്കാളും കുറവാണ്, അതുകൊണ്ട് ഈ ബിസിനസ് ഫേം പുവർ കണ്ടീഷനിലാണെന്ന് നമുക്കത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ പറയുന്നില്ലാത്തത് കൊണ്ട് നമുക്ക് ഇൻ്റർപ്രിട്ടേഷൻ നടത്താൻ വേണ്ടി ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വിൻഡോ ഡ്രസ്സിങ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ ഈസിലി ബി വിൻഡോ ഡ്രസ്ഡ്. This is done by manipulating accounts with a view to present a better picture of its financial and profitability positions than what actually it is. Ratio calculated from such statements are not reliable. എന്ന് വെച്ചാൽ വിൻഡോ ഡ്രസ്സിങ്, നമുക്ക് സാധാരണ രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം വിൻഡോ ഡ്രസ്ഡ് ആണ്. വിൻഡോ ഡ്രസ്ഡ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്തതാണ്. എന്നാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഏത് വർഷത്തെയാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ പ്രസൻറ്റ് ഒരു ബെറ്റർ പിക്ചർ ആയിരിക്കും അവർ നൽകുന്നത്. കാരണം ആ സമയത്തുള്ള പ്രോഫിറ്റ് കൂടുതലായിട്ട് അവർ കാണിക്കും. അതുപോലെ തന്നെ ആ ഒരു ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ നല്ല രീതിയിലായിരിക്കും സാധാരണ രീതിയിൽ കാണിക്കുന്നത്. ശരിക്കും അവിടെ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഒരു ബിസിനസ് ഫേമിന് പ്രോഫിറ്റ് ആയിരിക്കത്തില്ല, ലോസൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം പ്രോഫിറ്റബിളായിട്ടൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേസാണ് പറഞ്ഞത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ വിൻഡോ ഡ്രസ്ഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ആ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ അവസ്ഥ അത് അവർ മറിച്ച് അവർ നല്ല രീതിയിൽ കാണിക്കും.
നല്ല രീതിയിൽ കാണിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ടാണ്. അവിടെ ഉള്ളതൊന്നും കറക്റ്റ് അല്ല, എല്ലാം തെറ്റായിട്ടാണ് കാണിക്കുന്നത്. അക്കൗണ്ട്സൊക്കെ അവരറിഞ്ഞുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ വിൻഡോ ഡ്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ഇൻഫോർമേഷനുള്ള അല്ലെങ്കിൽ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് വെച്ചുകൊണ്ട് നമ്മൾ റേഷ്യോസ് കണ്ടുപിടിക്കുമ്പം അതിൻ്റെ ആൻസറും അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് റിലയബിൾ ആയിരിക്കുമല്ല എന്നാണ് പറയുന്നത്. തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ലിമിറ്റേഷൻസ് ഓഫ് റേഷ്യോ അനാലിസിസ്. ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ പറയുന്നത് ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. സെക്കൻഡ് വൺ നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഇഗ്നോർഡ്. തേർഡ് വൺ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഇഗ്നോർഡ്. ദെൻ ഫോർത്ത് വൺ നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെൻറ്റ്. ഫിഫ്ത്ത് വൺ നീഡ് ഫോർ കമ്പാരിറ്റീവ് അനാലിസിസ്. ദെൻ സിക്സ്ത് വൺ ലാക്ക് ഓഫ് ആഡിക്കേറ്റീവ് സ്റ്റാൻഡേർഡ്സ്. ലാസ്റ്റ് വൺ വിൻഡോ ഡ്രസ്സിങ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? റേഷ്യോ അനാലിസിസ് അല്ലെ, എന്താണ് റേഷ്യോസ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് റേഷ്യോസ് പഠിച്ചു അല്ലേ, അക്കൗണ്ടിങ് റേഷ്യോസ്. ദെൻ പിന്നെ നമ്മൾ പഠിച്ചത് എക്സ്പ്രഷൻ ഓഫ് റേഷ്യോസ് ആണ്. റേഷ്യോസിനെ ഏതൊക്കെ രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന്. ദെൻ അതുപോലെ റേഷ്യോ അനാലിസിസ്, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് റേഷ്യോ അനാലിസിസ്, ലിമിറ്റേഷൻസ് ഓഫ് റേഷ്യോ അനാലിസിസ്. ഇപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളിത് വീഡിയോ ഒക്കെ കണ്ട് പഠിച്ചതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.